The second process is spontaneous emission. അപ്പോൾ ഫസ്റ്റ് പ്രോസസ്സ് ഇൻഡ്യൂസ്ഡ് അബ്സോർപ്ഷൻ പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നൗ ദ സെക്കൻഡ് പ്രോസസ് ഈസ് സ്പോണ്ടേനിയസ് എമിഷൻ. സ്പോണ്ടേനിയസ് എമിഷൻ ജസ്റ്റ് ഓപ്പോസിറ്റ് ടു ദാറ്റ് ഓഫ് ഇൻഡ്യൂസ്ഡ് അബ്സോർപ്ഷൻ അങ്ങനെ നമ്മൾ വിചാരിക്കണം. അതായത് ഇപ്പോൾ ഗ്രൗണ്ട് ലെവൽ, എക്സൈറ്റഡ് ലെവൽ, രണ്ട് ലെവൽസ് ഇവിടെയും കൺസിഡർ ചെയ്യുന്നുണ്ട്. ദിസ് ഇസ് ദ ഗ്രൗണ്ട് ലെവൽ ഹാവിംഗ് എനർജി E1 ആൻഡ് ദിസ് ഇസ് അവർ എക്സൈറ്റഡ് ലെവൽ, ഹയർ എനർജി ലെവൽ ഹാവിംഗ് ദ എനർജി E2. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ആറ്റംസ് എല്ലാം റിസൈഡ് ചെയ്യുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇൻഡ്യൂസ്ഡ് അബ്സോർപ്ഷൻ കഴിഞ്ഞ് ആറ്റംസ് എല്ലാം എത്തിയിരിക്കുന്നത് ഏത് ലെവലിലാണ്? എക്സൈറ്റഡ് ലെവലിലേക്ക്. എല്ലാം അബ്സോർബ് ചെയ്ത്, എനർജി എല്ലാം അബ്സോർബ് ചെയ്ത് നൗ ഓൾ ദ ആറ്റംസ് ആർ ഇൻ ദിസ് എക്സൈറ്റഡ് ലെവൽ. അങ്ങനെ ഇമാജിൻ ചെയ്യും. ഇനി നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് എക്സൈറ്റഡ് ലെവൽ എന്ന് പറയുന്നത് നോട്ട് അറ്റ് ഓൾ സ്റ്റേബിൾ അല്ലേ, അവിടെ സ്റ്റെബിലിറ്റി വളരെ കുറവാണ് എന്ന് നമ്മളൊരു കാര്യം പഠിച്ചിട്ടുണ്ടായിരിക്കും. സോ അവിടെയുള്ള ആറ്റംസ് ഒരിക്കലും ഇവിടെ റിസൈഡ് ചെയ്യില്ല, ബിക്കോസ് അവിടെ സ്റ്റെബിലിറ്റി വളരെ കുറവാണ്. സോ വാട്ട് വിൽ ഹാപ്പൻ? ദേ വിൽ മേക്ക് എ ക്വിക്ക് ട്രാൻസിഷൻ ടു ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് ബൈ റിലീസിങ് ദ എക്സസ് എനർജി അല്ലേ. അപ്പോൾ അത്രയും എനർജി, ഹയർ എനർജി റിലീസ് ചെയ്ത് തിരിച്ച് വീണ്ടും ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് തന്നെ സഡനായിട്ട് അത് ട്രാൻസിഷൻ നടത്തും, തിരിച്ചു വരുന്ന പ്രോസസ്സ്. അപ്പോൾ അങ്ങനെ വരണമെങ്കിൽ ആ എക്സസ് എനർജി എന്താണോ അത് റിലീസ് ചെയ്യണം അല്ലേ. അത് റിലീസ് ചെയ്ത് അത് ഫോട്ടോണായിട്ട് അല്ലെങ്കിൽ ഒരു ലൈറ്റ് വേവ് ആയിട്ട് എത്രത്തോളം നമ്മൾ അബ്സോർബ് ചെയ്തോ അത്രത്തോളം അത് എമിറ്റ് ചെയ്യണം അല്ലേ, തിരിച്ച് എമിറ്റ് ചെയ്യണം. സോ H nu is equal to what was our equation? E2 minus E1 അല്ലേ. ഈ ഡിഫറൻസ് ആയിരുന്നല്ലോ ഞാൻ പറഞ്ഞത്. ഈ ഡിഫറൻസ് അബ്സോർബ് ചെയ്തിട്ടാണ് ഹയർ സ്റ്റേറ്റിലേക്ക് പോയിരിക്കുന്നത്. അപ്പോൾ അത്രയും ഡിഫറൻസ് എമിറ്റ് ചെയ്തിട്ട് വേണം ലോവർ സ്റ്റേറ്റിലേക്ക് വരാൻ. സോ അത്രയും എനർജി ലൈറ്റ് വേവ് ആയിട്ട് റിലീസ് ചെയ്യുന്നു. എന്നിട്ട് തിരിച്ച് അത് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വന്ന് സ്റ്റേബിൾ ആയിട്ടുള്ള പൊസിഷൻ ഇതാണല്ലോ, തിരിച്ച് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് തന്നെ വരുന്നു അല്ലേ. സോ ദാറ്റ് പ്രോസസ് ഈസ് നോൺ ആസ് സ്പോണ്ടേനിയസ് എമിഷൻ. അപ്പോൾ അതൊരു എമിഷൻ ആയതുകൊണ്ടാണ്, എമിറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ സ്പോണ്ടേനിയസ് എമിഷൻ എന്ന് പറയുന്നത്. സോ വാട്ട് ഇസ് ദ റീസൺ ഫോർ ദ സ്പോണ്ടേനിയസ് മീൻസ് അത് സഡൻ ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ് അല്ലേ. നമ്മൾ എക്സസ് ആയിട്ട് ഒരു എനർജിയോ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു സപ്പോർട്ടോ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. എക്സ്റ്റേണലായിട്ട് നമുക്കിവിടെ ലൈറ്റ് വേവ് കൊടുക്കേണ്ട ആവശ്യമില്ല. സഡൻ ആയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്ന പ്രോസസ്സാണ്. അതുകൊണ്ടാണ് അതിനെ സ്പോണ്ടേനിയസ് എമിഷൻ എന്ന് പറയുന്നത്. ഇനി കഴിഞ്ഞ പ്രോസസ്സിൽ പറഞ്ഞ പോലെ ഞാനിവിടെ സ്പോണ്ടേനിയസ് എമിഷൻ ട്രാൻസിഷൻ റേറ്റ് ഓർമ്മയുണ്ടാവുമല്ലോ, ട്രാൻസിഷൻ റേറ്റ് അല്ലേ. ട്രാൻസിഷൻ റേറ്റ് നമുക്കിവിടെ കൂടെ എഴുതാം. ട്രാൻസിഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ d/dt. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ N1 എടുക്കണോ N2 എടുക്കണോ എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ട്രാൻസിഷൻസ് എവിടെ നിന്നാണ് നടക്കുന്നത്? ഹയർ സ്റ്റേറ്റിൽ നിന്ന് ലോവർ സ്റ്റേറ്റിലേക്കാണ് ട്രാൻസിഷൻ അല്ലേ. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് ആറ്റംസ് N2, ഇവിടുത്തെ നമ്പർ ഓഫ് ആറ്റംസ് N1 അങ്ങനെയല്ലേ കൺസിഡർ ചെയ്യേണ്ടത്. സോ ഈ N2 ട്രാൻസിഷൻ നടക്കുന്നത് തിരിച്ചല്ലേ. അതുകൊണ്ടാണ് dN2/dt എന്ന് നമ്മളിവിടെ സ്പെസിഫൈ ചെയ്യുന്നത്. അപ്പോൾ റേറ്റ് ആർക്കാണ്? ട്രാൻസിഷൻ റേറ്റ് ആർക്കാണ്? ഈ ഹയർ എനർജി ലെവൽസിലിരിക്കുന്ന ആറ്റംസിനാണ് ട്രാൻസിഷൻ നടക്കുന്നത്. സോ ദ റേറ്റ് വിൽ ബി dN2/dt. അപ്പോൾ ഒരു സെക്കൻഡിൽ എത്ര ആറ്റംസ് ആണ് ഹയർ ലെവലിൽ നിന്ന് ലോവർ ലെവലിലേക്ക് വരുന്നത്? ഇറ്റ് ഇസ് പ്രൊപ്പോർഷണൽ ടു N2 അല്ലേ. N2 പ്രൊപ്പോർഷണൽ ആവുന്നത് ബിക്കോസ് നമ്പർ ഓഫ് ആറ്റംസ് ഇവിടെ കൂടുകയാണെങ്കിൽ N2 കൂടുതലാവുകയാണെങ്കിൽ അത്രത്തോളം ട്രാൻസിഷൻസ് നടക്കും. N2 കുറവാണെങ്കിൽ ട്രാൻസിഷൻസ് കുറവായിരിക്കും. അപ്പോൾ അത് അവിടുത്തെ നമ്പർ ഓഫ് ആറ്റംസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അത്രേ നമുക്കിവിടെ ആവശ്യമുള്ളൂ. ഇവിടെ റോ എന്നുള്ളൊരു ഫാക്ടർ ഇല്ല, ബിക്കോസ് ഇവിടെ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ടൊരു എനർജി കൊടുക്കുന്നില്ലല്ലോ. ഇൻകമിങ് റേഡിയേഷൻ്റെ എനർജിയാണ്, ഈ എനർജി ഡെൻസിറ്റിയാണ് റോ എന്ന് പറയുന്നത്. ഇവിടെ നമ്മളൊരു ഇൻകമിങ് റേഡിയേഷൻ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് റോ എന്നുള്ള ഫാക്ടർ നമുക്കിവിടെ ആവശ്യമില്ല. സോ dN2/dt പ്രൊപ്പോർഷണൽ ടു എന്ത് മാത്രം മതി? N2 or dN2/dt is equal to A2N2. So another coefficient A2. This is known as Einstein coefficient for spontaneous emission. അപ്പോൾ ഈ കേസിൽ അത് സ്പോണ്ടേനിയസ് എമിഷൻ്റെ ഐൻസ്റ്റീൻ കോഫിഷ്യൻ്റ് ആണ്, ഡിനോട്ടഡ് ബൈ A2.